ഗൈസ് നമ്മൾ കാസർഗോഡ് പോവുകയാണ്. ഇവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനും ഉണ്ട്, ഇവനും ഉണ്ട്, പിന്നെ ഈ പൊട്ടനുണ്ട്. അപ്പം നമുക്ക് റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ കാസർഗോഡ് പോകാൻ ഇറങ്ങിയില്ലടാ. ഇറങ്ങിയില്ലേ? ചെറിയ കിഴപ്പ് അല്ല, റോഡ് കഴിഞ്ഞില്ല, വെട്ടൊന്നും അടിച്ചല്ലേ വീണ്. അയ്യോ, ഇവ ഇടിച്ചോണ്ടേ പറഞ്ഞല്ലോ ലാപ്ടോപ്പ് കൂട്ടിയെന്ന്. പേടിപ്പിച്ച്. ഇനി നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ തിരികണം. അങ്ങനെ മെട്രോ എത്തി. മെട്രോയില് ട്രെയിനിന് വേണ്ടി പോവാണ്. നമ്മള് മെട്രോ കിട്ടാൻ വേണ്ടി ഓടി, പക്ഷെ കിട്ടിയില്ല. 1 മിനിറ്റ് നേരത്തെ വന്നിരുന്നെങ്കിൽ പോട്ട് 30 സെക്കൻഡ് നേരത്തെ വന്നാലും മതിയായിരുന്നു. ട്രെയിൻ കിട്ടിയാൽ ആ മെട്രോ ഇപ്പൊ കിട്ടിയത്. ഇനി ഉള്ളത് 5 മിനിറ്റ് എടുക്കും ഇനി അടുത്ത് വരാൻ. ടൈമില്ല നമുക്ക്, അതാണ് സീൻ. ഇനി കണ്ടില്ലേ എന്ത് ചെയ്യും? ട്രെയിൻ കിട്ടുമോ നോക്കി നേരം കാണാം. ഓടി 9ാം പ്ലാറ്റ്ഫോമിൽ നമ്മള് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഓടി പിന്നെ ഓടിയിട്ട് 5 നിമിഷം ക്രിസ്റ്റിയോടെ താഴ്ന്ന് ക്രിസ്റ്റി കാണാനില്ല. അല്ല, അവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടിക്കറ്റ് എടുക്കുന്നുണ്ടാവും, മറ്റേ മെഷീൻ എടുക്കാൻ. കേസ് അവൻ മെഷീൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. പിന്നെ പ്ലാറ്റ്ഫോമിൽ എത്തി കാണാം. ടിക്കറ്റ് കിട്ടി. യെസ്, സമയം ഇപ്പോൾ 9:02. 9:00 ട്രെയിൻ എടുക്കും, പക്ഷേ സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. യെസ്, സമയമില്ല. പ്ലാറ്റ്ഫോം നമ്പർ 9 പോകണം നമുക്ക്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 ഉള്ളൂ. ഒരു സീനും ഇല്ല, തണുപ്പായോണ്ട് തന്നെ കുഴപ്പമില്ല. പ്ലാറ്റ്ഫോം എത്തി. അയ്യോ, ഓടാൻ വയ്യ, തളർന്ന്. ഇനി സീറ്റ് ഉണ്ടായില്ലെന്ന് അറിയാൻ വയ്യ, അതിനാണ്ട് പോണം. സീറ്റ് കിട്ടോ അറിയില്ല, നോക്കാം. ചാൻസ് കുറവാ, സീറ്റ് കിട്ടിയില്ല. നമ്മളിവിടേക്ക് എത്തി. സജിയോട് അകത്ത് ഉറങ്ങുകയാണ്. ഇവിടെ ഒരു പിടിയില്ല. രാവിലെ 6:17. അടുത്ത ദിവസമായി നമ്മളിപ്പോൾ കർണാടക കേരള ബോർഡർ അതിനടുത്തുണ്ട്. ഇനി 1 മണിക്കൂർ അല്ല, 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മള് ഇവൻ്റെ അടുത്ത് പയ്യന്നൂർ 9:30 ആകുമ്പോൾ പയ്യന്നൂർ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പോകണം കഴിച്ച് 1 മണിക്കൂർ വീട് യാത്രയാണ്. എന്താ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഏതാ കന്നഡക്കാരെ പിടിച്ച് മാറ്റിയത് അവിടെയാണ് തോട്. ഉറങ്ങിയാണാ? കന്നഡക്കാരെ പിടിച്ച് മാറ്റി ഒന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നമ്മളങ്ങനെ പയ്യന്നൂരെത്തി. ഇല്ലടാ, അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു ഗൈസ്, ടീച്ചർ നമ്മൾ ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പോകുന്നു. എന്താവുന്നു കാണാം. ടിക്കറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ യെസ്, അത്രക്കില്ല, ചിലപ്പോൾ പോകും. എന്റെ പേടിയുണ്ട്. പ്രാങ്ക് ചെയ്യാൻ പോകണം ഗൈസ്. അയ്യോ, എന്റെ ബാഗുകൾ. പ്രാങ്ക് നടന്നില്ല. ടിക്കറ്റ് ഒപ്പിട്ടല്ല. ഇത്രയും നാള് ഞാൻ ഈ ട്രെയിനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ടിക്കറ്റ് കാണുന്നത്. പറഞ്ഞ് ടിക്കറ്റ് എടുക്കാതെ വരാതെ വന്നിരുന്നെങ്കിൽ പെട്ടേനെ. ട്രെയിനെ പറ്റി ഇറങ്ങാൻ പോകണം. ഫുഡ് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കയറിയിട്ട് രാത്രി ഒന്നും കഴിച്ചില്ല, ഓടി വന്നുകൊണ്ട് ഒരു കുപ്പി വെള്ളമാണ് വാങ്ങിച്ചോ. ഞാൻ 2 സമൂസ കഴിച്ചോട്ടോ. ഇവരെന്നെ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇനി കടിക്കും. നമ്മള് എന്തെങ്കിലും ഏതെങ്കിലും കടയിൽ കയറി കാണാം. കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് മക്കാം ഗൈസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വന്നു.
ഇവിടെ നിന്ന് വേറെ ബസ് കയറണം. നമ്മളിവിടെ കയറി ചെറുപുഴയ്ക്ക് പോകുകയാണ്. ചെറുപുഴ നമുക്ക് കാസർഗോഡ് ഇത്രയും പാടില്ല കേട്ടോ എൻ്റെ വീട്ടിൽ പോകാൻ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് വീട്ടിലെ തന്നെ നമുക്ക് വീട് വെച്ച് പോയില്ലേ തന്നെ. ഇവിടെ ഡെവലപ്ഡ് ഗൈസ് നമ്മൾ ചെറുപുഴ അവൻ്റെ വഴി അവിടെ പോലെ പോകുന്നു. നമ്മൾ എത്തിയില്ലടാ. ഇത് ചേട്ടനെ ഇപ്പോൾ എവിടെ വരും? എവിടെ അവൻ്റെ ചേട്ടൻ വന്ന് ഗൈസ്. ഈ വണ്ടിയാണ് നമ്മളത്. ഇവന്റെ ചേട്ടൻ കൊണ്ട് നമ്മൾ പറഞ്ഞോണ്ട് വീട്ടുകാര് അരി കുറെ വാങ്ങിച്ചു വെച്ചേക്കണ്. ജിൻഷാന് വേണ്ടിയാണെന്ന് തോന്നുന്നു അരി കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി, നമ്മൾ പോകാൻ പോണ വണ്ടി. ജിൻഷാനെ എന്ത് പറയുന്നു? ക്രിസ്ത്യൻ വീട്ടിൽ കപ്പ പ്ലസ് ബീഫ് ഉണ്ട്. എന്തോ ക്രിസ്ത്യയുടെ വീട്, ക്രിസ്ത്യ അവിടെ പണി. ക്രിസ്ത്യൻ്റെ അപ്പൻ വണ്ടി എടുത്ത് റബ്ബർ ഷീറ്റ് വയ്ക്കാൻ പോകുന്നു. ഞാനും ഇവനും ചുമ്മാ വായി നോക്കിയത് നടക്കുന്നു. സജീവ് പണിക്ക ബംഗാളി. ഇതെന്താ നടന്നതെന്ന് ഒരു പിടിച്ചില്ല, പക്ഷെ പരിപാടി സെറ്റായിരുന്നു. ക്ഷീണിച്ച് ഗൈസ്. ഇപ്പൊ ഈ കുളിച്ച് ഇറങ്ങട്ടെ. കുളിക്കാൻ വയ്യ, ഫ്രഷ് ആയിട്ട് വരാം. ഹലോ, വെൽക്കം ബാക്ക്. വെൽക്കം. കുറച്ച് വലിയ വലിയ സംഭവങ്ങൾക്ക് ശേഷം വെൽക്കം. വെൽക്കം. ഇന്നലെ ഒന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോ ക്ലിപ്സ് ഉണ്ട്, അതിനായി കാണിച്ചു തരാം. ഒന്ന് താടാ. ആഘോഷ പ്രകമ്പനം